കോടതിയോട് ബഹുമാനമുണ്ട്. കോടതിയുടെ ഉത്തരവുകൾ അനുസരിക്കുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസിനും UDF ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കണ്ടുപിടിക്കാൻ ഒരു മാർഗവും അവലംബിക്കാൻ ഇപ്പോൾ സർക്കാരിന് കഴിയുന്നില്ല. കാരണം SITനെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ അവരാണെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുമില്ല. സർക്കാരിനൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തൊക്കെ കുറെ വൈറലായതാണ് സ്വർണം കെട്ടവൻ ആരപ്പാണ്. പക്ഷെ ആ കേസ് തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ SIT ചാർജ് ഷീറ്റ് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. കോടതി ഇത്ര ദിവസത്തിനകം ചാർജ് ഷീറ്റ് തരാൻ ആവശ്യപ്പെടുകയെങ്കിലും ചെയ്യണം. അതും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഇനി ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സ്വർണം കക്കാൻ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് തെളിവ് മായ്ക്കാനും വിദഗ്ധന്മാരായിരിക്കും. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം ഇന്നലെ നടത്തിയത്. അപ്പം അക്കാര്യത്തിൽ കോടതിയുടെ ഒരു മാത്രമല്ല, ഇപ്പോൾ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വത്തിലെ നിയമന കാര്യങ്ങൾക്കൊക്കെ സർക്കാരിനും ഒരു ഫ്രീഡം ഉണ്ടാവേണ്ടതാണ്. കോടതിക്ക് ആ സർക്കാർ നടപടിയിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും ഇടപെടാം. അപ്പം അങ്ങനെ സർക്കാരിൻ്റെ പല കേസിലും കോടതിയുടെ വിധി അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വന്നിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അനുകൂല വിധിയും വന്നിട്ടുണ്ട് കോടതിയുടെ ഭാഗത്ത്. പക്ഷേ ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ ദേവസ്വം കമ്മീഷണറെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇതുവരെയായിട്ട് ഒരു എന്താ പറയേണ്ടത്, അവിടെയും ഇപ്പോഴത്തെ ഒരു സ്ഥിതി, ഇപ്പോൾ കൊച്ചി ദേവസ്വം കമ്മീഷണർ ഗവൺമെൻറ് നിയമിക്കാം, മലബാർ ദേവസ്വം കമ്മീഷണറായിട്ട് സർക്കാർ നിയമിക്കാം. തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം. കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവോ അല്ല. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെൻറ് അഭിപ്രായം. അങ്ങനെ ഫ്രീഡം ഗവൺമെൻറ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം. പക്ഷെ തീരുമാനം എടുക്കാനുള്ള അവകാശം ഗവൺമെൻറ് ഉണ്ടാവണം. അതാണ് ഇന്നലെ സൂചിപ്പിച്ചത്. അല്ല, അത് സംബന്ധിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കോടതിയെ ഏറ്റുമുട്ടാൻ സർക്കാരില്ല. പക്ഷെ അതേ സമയത്ത് ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുമാണ്. ഇന്നലെ ഈ BJP നേതാവ് KS രാധാകൃഷ്ണൻ പറഞ്ഞത് താഴമൻ കുടുംബത്തെ തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം, അത് വലിയ തോതിൽ ആക്ഷേപം കേട്ടിരിക്കുന്ന കുടുംബമാണ്, അവിടെ നിലനിർത്തേണ്ടതില്ല എന്നുള്ളതാണ്. അല്ല, അതൊന്നും ഇപ്പോൾ സർക്കാരിന്റെ മുമ്പിലുള്ള കാര്യങ്ങളല്ല. അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്ത്രി കുടുംബത്തിനാണ് അവകാശം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോൾ താഴമൺ തന്ത്രി സംശയത്തിൻ്റെ നേരിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എൻ്റെ മകനെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. അത് നിങ്ങൾ പറയുന്നതിന് തെറ്റല്ലേ? ബോർഡിന് വേണമെങ്കിൽ തീരുമാനം എടുക്കാവുന്ന കാര്യം. ബോർഡിന് എടുക്കാൻ തീരുമാനം അത് ബോർഡ് ചെയ്യുന്ന തെറ്റ്. അത് ബോർഡിന്റെ ശരിയേട്. കാരണം അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈവിടുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താ അറിയോ? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു, ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയുന്നു. ആ ഒരു അവസ്ഥ മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാണ്. അതാ പറഞ്ഞ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയില്ല. ഇങ്ങനെ സർക്കാരിനെ കൈയും കെട്ടിയിരിക്കാൻ കഴിയുമോ? ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരല്ലേ. ഇപ്പൊ ഞങ്ങളുടെ എന്തെങ്കിലും നടപടികൾ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് തിരുത്താൻ ഇപ്പോൾ തന്നെ നിയമമുണ്ടല്ലോ. എത്രയോ ഞങ്ങളുടെ തീരുമാനങ്ങൾ കോടതി തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും പരാതി പറഞ്ഞോ? കോടതിയുടെ വിധിയിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മേൽക്കോടതിയിൽ പോകാം. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇന്നിപ്പോൾ ഉണ്ട്. അതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇപ്പോൾ അങ്ങ് സ്റ്റക്കായി നിൽക്കുക. അതാണ് ഇന്നലെ സൂചിപ്പിച്ചത്. മുൻ സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തിയ ബ്രേക്ക് ചെയിൻ എന്ന പദ്ധതിയിൽ സാമ്പത്തിക തട്ടിപ്പുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മുഹമ്മദ് ഐഷിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു തട്ടിപ്പാണ് അതിൽ നടന്നിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയതിലും മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ
പൂർണ്ണമായിട്ടും ഇപ്പോൾ 3 IAS ഉദ്യോഗസ്ഥന്മാരെ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത്, അഡീഷണൽ ഹെൽത്ത് സെക്രട്ടറി, NHMന്റെ ഡയറക്ടർ, DME, DHS ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2 ആഴ്ചയ്ക്കും റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് കിട്ടും. ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനാണ്, ഈ ടൈപ്പ് 1 പ്രമേഹ രോഗികളായിട്ടുള്ള 2 കുട്ടികളെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ CGM-ഉം ഇൻസുലിൻ പമ്പും CSR ഫണ്ടിന്റെ കൂടി സഹായത്തോടുകൂടി അവർക്ക് ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആ വീഡിയോ അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? തീർച്ചയായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിനെ ആർക്ക് വേണമെങ്കിലും കാണാമല്ലോ. എന്നെ കാണാനും കുറെ, ഇപ്പൊ ഞാൻ ദേവസ്വം വകുപ്പ് ഉള്ളതുകൊണ്ട് എന്നെ കാണാനും പല ആൾക്കാരും വരുന്നുണ്ട്. അവരോട് വരാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പറയാൻ കഴിയുമോ? മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ആർക്കും കാണാം. നേരെ മറ്റേ അവരുടെ ഏതെങ്കിലും ഫംഗ്ഷനിൽ ഞങ്ങൾ പോകുമ്പോഴാണ് വിവാദമാകും. നേരെ ആർക്ക് ഇങ്ങോട്ട് വരാം, ഞങ്ങളെ കാണാൻ നിവേദനങ്ങൾ നൽകാം. അത് ഇതുമായിട്ട് കൂട്ടിക്കൊള്ളിക്കേണ്ട ആവശ്യം. അത് വേറെ, ഇത് വേറെ.